എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പതിവിൽ നിന്ന് വിപരീതമായിട്ട് മുത്തിൻ്റെ കഥയോ വേദപുസ്തകമൊന്നുമല്ല ചർച്ച ചെയ്യാൻ പോകുന്നത്. എന്നാൽ വളരെ രസകരമായ ഒരു സംഭാഷണമാണ്, അല്ലെങ്കിൽ ഒരു കൂട്ടം സംഭാഷണങ്ങളാണ്. അതായത് നമ്മുടെ വിശ്വാസികളായ ആളുകൾ ഈ മത സൈറ്റുകളിൽ പോയിട്ട് പല ചോദ്യങ്ങൾ ചോദിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് കിട്ടിയ പണ്ഡിതന്മാരുടെ ഉത്തരവാണ്. അപ്പോൾ ഞാൻ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ഏതാണ്ട് പിടികിട്ടും. ഇതിൽ ചില വാക്കുകളൊക്കെ ഞാൻ വളച്ചൊടിച്ചിട്ടുണ്ട്. കാരണം ഇത് പൊതുവിടത്തിൽ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് പലതും അങ്ങനെ ചെയ്യണമല്ലോ, അതിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. പക്ഷേ സ്ക്രീനിൽ ഏതാണ്ട് ഒരു കൃത്യമായ രൂപം കിട്ടും. ഒപ്പം തന്നെ ഇതിൻ്റെ ഒറിജിനൽ കാര്യങ്ങൾ അറിയാൻ എന്നെ വാട്സപ്പിൽ ബന്ധപ്പെടുക. ലിങ്കുകളും മറ്റും വേണമെങ്കിൽ ഇതിൻ്റെയൊക്കെ റെഫറൻസ് പലർക്കും സംശയം ഉണ്ടാവും. ഇതൊക്കെ ഞാൻ ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയ ശേഷമുള്ള കാര്യങ്ങളാണ് നിങ്ങളിവിടെ കാണുന്നത്. എന്തായാലും വിഷയത്തിലേക്ക് കടക്കാം. ചോദ്യം നമ്പർ 83713. ബീവിയുടെ അകടിൽ നിന്ന് കുടിക്കുന്നത് അനുവദനീയമാണോ അല്ലയോ? ഒരു വിശ്വാസി ഒരു സൈറ്റിൽ ചോദിച്ച ചോദ്യമാണ്, ഈ അകടിൽ നിന്ന് കുടിക്കുന്നത് അനുവദനീയമാണോ ചേട്ടാ എന്ന് ചോദിച്ചു. അപ്പോൾ ഇത് കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് നമ്മുടെ ഒരു സിനിമയിലെ ഡയലോഗാണ്, ഉമ്മ കൊടുക്കും കുമാരേട്ട എന്ന് പറഞ്ഞ പോലെ. നിങ്ങൾ കുടിക്കും കതർക്ക. പോട്ടെ, ഇതിൻ്റെ ഉത്തരം അവിടെ ഈ സൈറ്റിൽ ഉള്ള പണ്ഡിതന്മാർ കൊടുത്തത് കൂടി നമുക്ക് കേൾക്കാം. ഇതുപോലെയുള്ളൊരു ശൈലി തന്നെയാണ് ഇനി വരാൻ പോകുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ അതിലേക്ക് കിടക്കാം. അപ്പോൾ ഉത്തരമായിട്ട് പറയുന്നു 83713. അതുകൊണ്ട് ചോദിക്കപ്പെട്ട കാര്യം സാധാരണ ബന്ധത്തിൽ അനുവദനീയമാണ്. ബീവിയുടെ പാല് കുടിക്കുന്ന കാര്യമെടുത്താൽ അത് ദാമ്പത്യ ജീവിതത്തെ ബാധിക്കുന്നില്ല. 2 വയസ്സിന് ശേഷമുള്ള പ്രായത്തിൽ അത് കുടിക്കുന്നത് നിയമങ്ങളിൽ മാറ്റമൊന്നും വരുത്തില്ലെന്നാണ് ഭൂരിഭാഗം പണ്ഡിതന്മാരുടെയും അഭിപ്രായം. എങ്കിലും അത്തരം പ്രവൃത്തികൾ ഒഴിവാക്കുന്നതാണ് കൂടുതൽ ഉചിതം. അപ്പോൾ അകടിൽ നിന്ന് കുടിക്കാമോ എന്ന ചോദ്യത്തിന് അത് കുടിക്കണേ കുടിച്ചോടാ എന്നാണ് പറഞ്ഞത്. എന്നിട്ടോ അവിടെ നിർത്തിയില്ല. എന്നിട്ട് പറഞ്ഞു, ഈ 2 വയസ്സിൻ്റെ മുകളിലേക്കാണെങ്കിൽ അതിപ്പോൾ പാല് കുടിക്കുകയാണെങ്കിൽ അതത്ര വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ പറയാണ്, ഇനിയിപ്പോൾ അങ്ങനെ ചെയ്യാതിരുന്നാൽ അതാണ് നല്ലത് എന്ന് കൂടി പറഞ്ഞു. അപ്പോൾ മൊത്തം കൺഫ്യൂഷനാക്കി. ഇത് പ്രസക്തമാണ്, കാരണം ഇതുപോലുള്ള കൺഫ്യൂഷൻ ആക്കൽ കാരണം മറ്റൊരു ചോദ്യം വരുന്നുണ്ട് തുടർച്ചയായിട്ട്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഒപ്പം തന്നെ ഈ പണ്ഡിതന്മാരോട് ഈ ചോദ്യങ്ങൾ ചോദിക്കുന്ന ആളുകളുടെ ഒരു മാനസികാവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അവർക്ക് ജീവിക്കാൻ അവരുടെ ജീവിതത്തിൻ്റെ ഓരോ പടിയും ഈ ആശയത്തിലൂടെ കടന്നു പോകേണ്ട ഒരു ഗതികേട്. എന്തായാലും നമുക്ക് ഇതുപോലെ മറ്റൊരു വിശ്വാസി ചോദിച്ച അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം നമ്പർ 84646. ബീവിയുടെ അകടിൽ നിന്ന് കുടിക്കുന്നതിനിടയിൽ ഇക്ക അവളുടെ പാല് കുടിക്കുന്നത് ഞമ്മൻ്റെ ആശയപ്രകാരം അനുവദനീയമാണോ? താഴെ പറയുന്ന സാഹചര്യങ്ങളിൽ 1. അവരുടെ കുട്ടി ആ പാല് കുടിക്കുന്നുണ്ടെങ്കിൽ, അതായത് കുട്ടിക്ക് 2 വയസ്സിൽ താഴെ പ്രായമാണെങ്കിൽ. 2. അവരുടെ കുട്ടി ആ പാല് കുടിക്കുന്നില്ലെങ്കിൽ, അതായത് കുട്ടിക്ക് 2 വയസ്സിൽ കൂടുതൽ പ്രായമാണെങ്കിൽ. നാസ മുട്ടുമടക്കുന്ന ചോദ്യങ്ങളാണ്. അപ്പോൾ എന്തായാലും ഇദ്ദേഹം ചോദിക്കുന്നത് നേരത്തെ ആ പുള്ളി പറഞ്ഞത് തന്നെയാണ് ഇതിൻ്റെ ഒരു ഭാഗം. മറ്റത് ഇപ്പോൾ ഒരു കുഞ്ഞുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു ഇക്കാക്കൊരു കുഞ്ഞുണ്ട്, ഒരു ബീവിയുണ്ട്. അപ്പോൾ ബീവിൻ്റെ പാല് ഇങ്ങനെ കുടിക്കുകയാണെന്ന് വിചാരിക്കാം. അത് ശരിയാണോ? എങ്ങനെയൊക്കെ 2 സാഹചര്യങ്ങൾ, 2 സിനാരിയോസ് അദ്ദേഹം വിവരിക്കുന്നുണ്ട്. കുട്ടിയും പാല് കുടിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുട്ടി പാല് കുടിക്കുന്നില്ലെങ്കിൽ. ഈ കുട്ടി പാല് കുടിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് ക്ഷമിച്ചു വിടറോ ഓട്ടെ. എന്തായാലും അപ്പോൾ ഈ 2 സാഹചര്യങ്ങൾക്ക് നമ്മുടെ പണ്ഡിതന്മാർ എന്ത് ഉത്തരം നൽകിയെന്ന് നമുക്ക് നോക്കാം. ആർത്തവ സമയത്തോ പിൻഭാഗത്തുകൂടിയോ ഉള്ള ബന്ധത്തിൽ ഏർപ്പെടാതിരുന്നാൽ ഒരു ഇക്കാക്ക് തൻ്റെ ബീവിയുമായി ഇഷ്ടാനുസരണം ബന്ധപ്പെടാവുന്നതാണ്. അതിനാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബീവിയുടെ അകിട് കുടിക്കാവുന്നതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ പാല് പുറത്തു വരികയും നിങ്ങളത് കുടിക്കുകയും ചെയ്താൽ അത് നിങ്ങളുടെ ദാമ്പത്യ ബന്ധത്തെ ബാധിക്കുകയില്ല. ഭൂരിഭാഗം പണ്ഡിതന്മാരുടെയും അഭിപ്രായപ്രകാരം ജീവിതത്തിൻ്റെ ആദ്യ 2 വർഷത്തിനുള്ളിൽ നടക്കുന്ന മുലയൂട്ടൽ മാത്രമേ നമ്മുടെ ആശയത്തിൽ പരിഗണിക്കപ്പെടുന്നുള്ളൂ. മുത്ത് ദൈവത്തിൻ്റെ അനുഗ്രഹം അദ്ദേഹത്തിനുണ്ടാകട്ടെ ബ്രാക്കറ്റിൽ അരുളിയിട്ടുണ്ട്. വിശപ്പടക്കാൻ വേണ്ടി നടത്തുന്ന മുലയൂട്ടൽ മാത്രമാണ് ഇക്കാര്യത്തിൽ പരിഗണിക്കപ്പെടുന്നത്. എങ്കിലും മുതിർന്ന ഒരാൾ പാൽ കുടിക്കുന്നതും മാംസരക്തബന്ധം സ്ഥാപിക്കപ്പെടുന്നതിന്
കാരണമാകുമെന്ന് വിശ്വസിക്കുന്നവരുടെ അഭിപ്രായം പരിഗണിച്ച് ഇക്കമാർ ബീവിമാരുടെ പാൽ കുടിക്കാതിരിക്കുന്നതാണ് ഉചിതം. ആയിഷ, അതാൾ, ലൈസ്, ഇബ്നു ഹസ്ം എന്നിവരാണ് ഈ അഭിപ്രായം പ്രകടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ വീണ്ടും കൺഫ്യൂഷനാക്കി അല്ലേ. ആദ്യം പറഞ്ഞു ഇതൊന്നും നിങ്ങളുടെ ജീവിതത്തെ ബാധിക്കില്ല, ഇനിയിപ്പോൾ പാല് കുടിച്ചാൽ തന്നെ എന്താ കുഴപ്പം എന്ന് പറഞ്ഞിട്ട് വീണ്ടും പറയാണ് ഇല്ല, ഇങ്ങനെ കുടിച്ചാലും പ്രശ്നമുണ്ടെന്നും അഭിപ്രായപ്പെട്ട ആളുകളുണ്ട് എന്ന് പറഞ്ഞിട്ട് വീണ്ടും ആളെ ആശയക്കുഴപ്പത്തിലാക്കി. ഇത് ആത്മാർത്ഥമായി ഇവർ ചോദിക്കുന്നതാണോ അതോ കളിയാക്കാൻ വേണ്ടി ചോദിക്കുന്നതാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ആത്മാർത്ഥമായിട്ടാണ് വിശ്വാസികൾ ചോദിക്കുന്നതെങ്കിലും അവരുടെ മാനസികാവസ്ഥ പരിഗണിച്ച് ഇതൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കേണ്ട ഒരു ബാധ്യത ഉണ്ട് പണ്ഡിതന്മാർക്ക്. പക്ഷേ അത് സംബന്ധിച്ചും ഒരു കോമഡി കാര്യം ഇനി വരുന്നുണ്ട്. എന്തായാലും അടുത്ത ഒരു ചോദ്യമാണ് ഇതിൽ ഏറ്റവും രസകരം. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പറയാനും കാരണം. അല്ലെങ്കിൽ ഞാൻ 2 ഇങ്ങനത്തെ നിലവാരമുള്ള ചോദ്യങ്ങൾ സൈറ്റിൽ വന്നു എന്ന് പറഞ്ഞ് നമുക്ക് ഒഴിവാക്കാമായിരുന്നു. അപ്പോൾ അടുത്തത് കേൾക്കാം. ചോദ്യം നമ്പർ 900612. നിങ്ങൾ നൽകിയ മുമ്പുള്ള ഉത്തരങ്ങളുമായി ബന്ധപ്പെട്ട്, അഥവാ നമ്പർ 8464683713 നേരത്തെ നമ്മൾ വായിച്ചത്, എനിക്കൊരു സംശയമുണ്ട്. 8466 നമ്പർ ഉത്തരത്തിൽ ആർത്തവ സമയത്തോ പിൻഭാഗത്തു കൂടിയോ ഉള്ള ബന്ധം ഒഴിവാക്കിയാൽ ഒരു ഇക്കാക്ക് തൻ്റെ ബീവിയുമായി ഇഷ്ടമുള്ള രീതിയിൽ ഇടപെടാമെന്ന് നിങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അതനുസരിച്ച് അവരുടെ അകടിൽ കുടിക്കുന്നത് അനുവാദമുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ പാല് പുറത്തു വരികയും അത് കുടിക്കേണ്ടി വരികയും ചെയ്താൽ അത് ദാമ്പത്യ ബന്ധത്തെ ബാധിക്കുകയില്ല. ഭൂരിഭാഗം പണ്ഡിതന്മാരുടെയും അഭിപ്രായപ്രകാരം നമ്മുടെ ആശയത്തിൽ പരിഗണിക്കപ്പെടുന്നത് ജീവിതത്തിൻ്റെ ആദ്യ 2 വർഷത്തിനുള്ളിൽ നടക്കുന്ന മുലയൂട്ടൽ മാത്രമാണ്. മുത്ത് അരുളിയിട്ടുണ്ട്, വിശപ്പടക്കാൻ വേണ്ടി നടത്തുന്ന മുലയൂട്ടൽ മാത്രമാണ് നിയമപരമായി പരിഗണിക്കപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ ഹദീസും മറ്റും പറയുന്നു. ഈ വിഷയത്തിൽ നിങ്ങൾക്ക് പൂർണ്ണ ഉറപ്പില്ലേ? കാരണം ബീവിയുടെ അകിടുകൾ നിങ്ങൾക്ക് കുടിക്കാം എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ഇത് ഇംഗ്ലീഷിലുള്ളത് പരിഭാഷപ്പെടുത്തിയാണല്ലോ, അപ്പോൾ അതാണ് ഉദ്ദേശിക്കുന്നത്. അഥവാ ആകാം, അനുവദനീയമാണ്, ചെയ്യാം എന്ന പദമാണല്ലോ ഉപയോഗിച്ചത്. ദയവായി ഇതൊന്ന് വ്യക്തമാക്കാമോ? ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മുൻകാല മുത്തിൻ്റെ കഥകളൊന്നുമില്ലേ? കാരണം അന്ത്യനാളിലെ വിചാരണയിൽ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ. അടുത്തത്, ബീവിയുടെ പാല് കുടിക്കുന്നത് അവരുടെ ദാമ്പത്യ ബന്ധത്തെ ബാധിക്കില്ല എന്ന് നിങ്ങൾ പറയുകയുണ്ടായല്ലോ. ഇത് നിങ്ങൾ ഗൗരവമായി തന്നെയാണോ പറയുന്നത്? കാരണം പാല് കുടിക്കുന്നത് ദാമ്പത്യ ബന്ധത്തിൽ മാറ്റമുണ്ടാക്കുമെന്ന്, ബന്ധം നിഷിദ്ധമാക്കുമെന്ന് ഭൂരിഭാഗം ആളുകൾക്കും അറിയാം. എൻ്റെ ധാരണ ശരിയാണോ? നിങ്ങളുടെ ഉത്തരത്തിൽ എനിക്ക് പൂർണ്ണമായ ബോധ്യം വരാത്തതിനാൽ മുത്തിൻ്റെ കഥകളുടെ അടിസ്ഥാനത്തിൽ ദയവായി ഈ സംശയം ദൂരീകരിച്ചു തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇതുമൂലം ആ ബന്ധം നിഷിദ്ധമായി മാറുമോ? ജീവിത രീതിയെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും മുത്ത് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ടല്ലോ. എനിക്ക് കൃത്യമായ അറിവില്ലെങ്കിലും ഇക്കാര്യങ്ങളെക്കുറിച്ച് മുൻപ് തന്നെ കഥകൾ ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഇവ നിസ്സാര വിഷയങ്ങളല്ല. മുത്ത് ഇത്തരം പ്രധാന വിഷയങ്ങൾ വിട്ട് കളയുകയുമില്ല. അതുകൊണ്ട് ദയവായി ഈ വിഷയങ്ങളെക്കുറിച്ച് ഒന്നുകൂടി അന്വേഷിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. നിങ്ങളോട് ഇങ്ങനെ തിരിച്ചു ചോദിച്ചതിൽ ക്ഷമിക്കണം. മരണാനന്തര ജീവിതത്തെക്കുറിച്ച് എനിക്ക് വലിയ ഭയമുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം എനിക്ക് എപ്പോൾ ലഭിക്കും? ഞാൻ അതിനായി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ആദ്യത്തെ 2 ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും വായിച്ച മറ്റൊരു സഹാബി, അദ്ദേഹത്തിന് ഒന്നും വ്യക്തമായില്ല. അദ്ദേഹം മൂന്നാമതായിട്ടൊരു ചോദ്യം ചോദിച്ചു. അല്ലപ്പാ, നിങ്ങളിങ്ങനെ കുടിക്കാം അല്ലെങ്കിൽ കുടിച്ചാൽ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവുക? ഇതൊക്കെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. എവിടെ? ആൻഡ്രോമീഡ ഗാലക്സി അഥവാ പരലോകം. അവിടെ ചെല്ലുന്ന സമയത്ത് നമ്മളുമായി ബന്ധത്തിൽ ഏർപ്പെടാൻ പാടില്ലാത്ത ഒരാളുമായിട്ട് നമ്മൾ ബന്ധത്തിൽ ഏർപ്പെട്ടാൽ അതാണ് ഈ പാല് കുടിച്ചാൽ വരിക. മനസ്സിലായോ? പാല് കുടിച്ചു കഴിഞ്ഞാൽ മമ്മിയാവും. ഓക്കെ, അതാണ് കഥ, അതാണ് ഉദ്ദേശിക്കുന്നത്. അതൊക്കെ ഞാൻ വരും സമയങ്ങളിൽ പറയാം. അപ്പോൾ അങ്ങനെ വല്ലതും സംഭവിച്ചു കഴിഞ്ഞാൽ വലിയ പ്രശ്നമല്ലേ? നിങ്ങൾ ഞങ്ങളുടെ ജീവിതം കോഞ്ഞാട്ടാക്കരുത് എന്ന് പറഞ്ഞിട്ട് മൂന്നാമത്തെ ആൾ വന്ന് ചോദിച്ചതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ഇതിനുള്ള ഉത്തരം കൂടി നമുക്ക് കേൾക്കാം. ഈ സൈറ്റിലെ ഞങ്ങളുടെ കാഴ്ചപ്പാടനുസരിച്ച് ഒരു മുതിർന്ന വ്യക്തിക്ക് പാല് നൽകുന്നത് ആ വ്യക്തിയുമായുള്ള ബന്ധത്തെ നിഷിദ്ധമാക്കുന്നില്ല എന്നതാണ് ഉത്തരം, അല്ലെങ്കിൽ മതവിധി. പണ്ഡിതന്മാരിൽ ഭൂരിഭാഗം പേരുടെയും അഭിപ്രായം ഇതുതന്നെയാണ്. ദൈവം അവരോട് കരുണ കാണിക്കട്ടെ. മുത്ത് അരുളി, വിശപ്പടക്കുക എന്ന ഉദ്ദേശത്തോടെയുള്ള ഊട്ടലാണ് പരിഗണിക്കപ്പെടുന്നത്. അതിനാൽ ഒരിക്ക തൻ്റെ ബീവിയുടെ പാല് കുടിക്കുകയാണെങ്കിൽ അത് അവരുടെ
ദാമ്പത്യ ബന്ധത്തെ ബാധിക്കുകയില്ല. കൂടാതെ ഞങ്ങളുടെ കാഴ്ചപ്പാടും അത് ഒഴിവാക്കുന്നതാണ് നല്ലതെന്ന ഉപദേശവും തമ്മിൽ യാതൊരു വൈരുദ്ധ്യവും ഇല്ല. ഈ രണ്ട് കാര്യങ്ങളും തമ്മിൽ പൊരുത്തക്കേടുകൾ ഒന്നുമില്ല. അഭിപ്രായ വ്യത്യാസങ്ങൾ ഒഴിവാക്കുന്നതാണ് അഭികാമ്യമാണെന്ന് പണ്ഡിതന്മാർ വ്യക്തമാക്കിയിട്ടുണ്ട്. കാരണം അത് വ്യക്തിക്ക് കൂടുതൽ സുരക്ഷിതവും ഉത്തമവുമാണ്. അടുത്തത്, എങ്കിലും നിയമശാസ്ത്രവുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങളും പണ്ഡിതന്മാരുടെ ഇജ്തിഹാദിൻ്റെ അഥവാ വേദപുസ്തകത്തിലോ മതകഥയിലോ ഇല്ലാത്ത വിഷയങ്ങളിൽ പണ്ഡിതാഭിപ്രായത്തിൻ്റെ ഫലമാണെന്ന കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ചില പ്രമാണങ്ങളിൽ പ്രത്യക്ഷത്തിൽ വൈരുദ്ധ്യങ്ങൾ കാണപ്പെടുകയോ അല്ലെങ്കിൽ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ള മറ്റ് കാരണങ്ങളോ ആകാം ഇതിന് നിദാനം. സത്യത്തോട് ഏറ്റവും അടുത്തതെന്ന് തനിക്ക് ബോധ്യപ്പെട്ട അഭിപ്രായം സ്വീകരിക്കുകയോ അതിനനുസരിച്ച് പ്രവർത്തിക്കുകയോ ചെയ്യുന്ന പണ്ഡിതൻ ശരിയായ കാര്യമാണ് ചെയ്യുന്നത്. ഇദ്ദേഹം ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും അതിന് അദ്ദേഹത്തിന് പ്രതിഫലം ലഭിക്കും. മുത്ത് പറഞ്ഞതായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു ഭരണാധികാരി ഒരു വിഷയത്തിൽ ഇജ്തിഹാദ് നടത്തി വിധി പറയുകയും അത് ശരിയാവുകയും ചെയ്താൽ അദ്ദേഹത്തിന് ഇരട്ടി പ്രതിഫലം ലഭിക്കുന്നു. എന്നാൽ ഈ പണ്ഡിത വിധി നടത്തി വിധി പറയുകയും അത് തെറ്റായി പോവുകയും ചെയ്താൽ അദ്ദേഹത്തിന് ഒരു പ്രതിഫലം ലഭിക്കുന്നു. അതിനാൽ ഇക്കാര്യത്തിൽ ആശങ്കപ്പെടേണ്ടതില്ല. ആശയക്കുഴപ്പമുണ്ടായ പേരിൽ മാത്രം ചോദ്യം ചോദിച്ച് മൂന്നാമത്തെ ആ ഒരു വിശ്വാസിയോട് നിൻ്റെ ആശയക്കുഴപ്പം അത് നിൻ്റെ കുഴപ്പടാ, അത് ഞങ്ങളുടെ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഉത്തരത്തിൽ ന്യായീകരിക്കുകയാണ്. അതായത് പാല് കുടിക്കണേ കുടിച്ചോട്ടെ, പക്ഷേ ഞങ്ങളൊരു ഉപദേശമല്ലേ പറഞ്ഞോളൂ, അഥവാ ഇനി എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടാവുന്ന ഒരു ഭയം ഇരുന്താൽ കുടിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞതല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് മുത്തിൻ്റെ ഒരു കഥ കോട്ട് ചെയ്തിട്ട് പറയാണ്, ഈ മുത്തിൻ്റെ ചര്യയിലും ഈ വേദത്തിലൊന്നും ഇല്ലാത്ത വിഷയങ്ങളെക്കുറിച്ച് പണ്ഡിതന്മാർ വല്ല അഭിപ്രായം പറഞ്ഞാൽ, ഭരണാധികാരി ഒരു അഭിപ്രായം എടുത്താൽ അത് നല്ലതാണെങ്കിലും തെറ്റാണെങ്കിലും കുഴപ്പമില്ല എന്നാണ്. എങ്ങനെ? അത് നല്ലതാണെങ്കിൽ ദൈവം മൂപ്പർക്ക് ഡബിൾ കൂലി കൊടുക്കും, ഡബിൾ. അതേപോലെ അത് തെറ്റാണെങ്കിലോ അപ്പോൾ ഒരു കൂലി കൊടുക്കും. രണ്ടിനും കൂലിയുണ്ട്. ഒന്നാലോചിച്ചോക്കെ, സമൂഹത്തെ അറിവുള്ള ആളുകൾ മുന്നോട്ട് നയിക്കണം എന്നാണ് പറയാറ് ഇവരുടെ ആശയത്തിൽ. അപ്പോൾ അങ്ങനെ മുന്നോട്ട് നയിക്കുന്ന ആളുകളെയാണ് ഇവർ പണ്ഡിതന്മാരെന്ന് വിളിക്കുന്നതും അവരെ ആരാധിച്ച് നടക്കുന്നതും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും പല കലാപരിപാടികൾ, പൈസ കൊടുക്കുന്നു, ബക്കറ്റ് പിരിവ് എല്ലാം ഉണ്ട്, അവരെ പൈസക്കാരാക്കുന്നു അല്ലേ. അപ്പോൾ ഇവന്മാർ തെറ്റിച്ചാലും കുഴപ്പമില്ലെന്ന്, പ്രത്യേകിച്ച് നമ്മുടെ കഥയിലൊന്നും പറയാത്ത പുതിയ ആധുനിക കാല പ്രശ്നങ്ങളെക്കുറിച്ച് അല്ലേ. ഇതൊക്കെ ഉണ്ടെന്ന് സമ്മതിക്കുകയാണ്. അതായത് ലോകത്തെല്ലാ മനുഷ്യർക്കും നേർവഴി കാണിക്കാൻ വേണ്ടി വന്ന ആശയത്തിൽ ഇങ്ങനെ എല്ലാ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫലത്തിൽ കൺഫ്യൂഷൻ ഉണ്ടാകുന്നത് നമ്മുടെ തെറ്റാണെന്നാണ് പറഞ്ഞു വരുന്നത്. പോട്ടെ, ഇപ്പോൾ ഈ വിശ്വാസികൾ ഇങ്ങനെയൊക്കെ ചോദ്യം ചോദിച്ചു, ഇതിനൊക്കെ ഒരു നിലവാരം നിങ്ങൾ ചിന്തിക്കാം. ഇതൊക്കെ ഒരു പരസ്പര ധാരണ ചെയ്താൽ പോരെ. നിങ്ങൾ രണ്ട് വ്യക്തികളാവുമ്പോൾ പാലോ തേനോ എന്താന്ന് വെച്ചാൽ അങ്ങ് കുടിക്കൂ അല്ലേ. പോട്ടെ, ഈ വിഷയം എന്തുകൊണ്ടാണ് ഇത്ര പ്രധാനമായിട്ടൊരു ചോദ്യമായിട്ട് ഇവർ ഉന്നയിച്ചത് എന്നുള്ളത് അത് അവരെ കുറ്റം പറയാൻ പറ്റില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇതുവരെ ഈ വിഷയങ്ങളൊന്നും കാണാത്ത ഒരാളാണെങ്കിൽ ആ കഥ ഒന്നും കൂടി ഞാൻ പറയാം. മുത്തിന് വളർത്തു മകൻ്റെ ഭാര്യയോട് ഒരു മോഹം തോന്നി. അവർ തമ്മിൽ എന്ന് പറയുമ്പോൾ ഈ പെണ്ണിനും ഇവനോട് ഒരു താല്പര്യം ഉണ്ടായിരുന്നെന്നാണ് മുമ്പത്തെ കഥ വായിച്ചാൽ മനസ്സിലാവുക. കാരണം ഇവൻ്റെ സ്റ്റാറ്റസ് കൊണ്ട്, വേറെ ചൊറുക്കൊണ്ടൊന്നുമല്ല. ഓക്കെ, പോട്ടെ. എന്തായാലും അങ്ങനെ അവർ തമ്മിൽ ഉള്ള ആ ഒരു വിവാഹത്തിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ നാട്ടുകാർ കുറ്റം പറയാൻ തുടങ്ങി. കാരണം അന്നത്തെ സദാചാരത്തിൽ ഇത് മോശമാണ്, നമ്മുടെ നാട്ടിൽ മോശമാണ് ഇന്ന് അല്ലേ. വളർത്തുമകൻ്റെ ഭാര്യയോട് അത് പക്ഷേ ഇതിലൊന്നും നമുക്ക് ലജ്ജയുണ്ടെങ്കിലും അദ്ദേഹത്തിന് ഒരു ലജ്ജയില്ലെന്ന് പ്രത്യേകം അറിയിക്കുന്നു. പോട്ടെ, അങ്ങനെ സംഭവിച്ചു ഒരു ദുർഫല നിമിഷത്തിൽ. അപ്പോൾ അത് കാരണം എന്ത് ചെയ്യേണ്ടി വന്നു? ഈ പറഞ്ഞ ഈ ദത്തുമായി ബന്ധപ്പെട്ട പുതിയൊരു നിയമം ഇറക്കേണ്ടി വന്നു. അതായത് ദത്തുപുത്രൻ നിങ്ങളുടെ സ്വന്തം പുത്രനല്ല, അവനെ അവൻ്റെ ബാപ്പായിലേക്ക് ചേർത്ത് വിളിക്കണം, നിങ്ങളുടെ മകനല്ല അവൻ എന്ന്. അപ്പം എന്ത് സംഭവിച്ചു? അപ്പോൾ ആ പ്രദേശത്ത് അബു ഹുദൈഫ എന്നു പേരുള്ള ഒരാളുണ്ടായിരുന്നു. മൂപ്പരുടെ ഭാര്യ അല്ലെങ്കിൽ മൂപ്പർക്കും കൂടി ഒരു വളർത്തുമകൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരുടെ വളർത്തുമകൻ ഇവരുടെ ഈ അമ്മയുടെ അടുത്ത് വരുന്നത് അച്ഛന് ഇഷ്ടമുണ്ടായിരുന്നില്ല. ഈ ഒരു നിയമം വന്നുകൊണ്ട്, കാരണം ദത്തുപുത്രന്മാർ സ്വന്തം പുത്രന്മാരല്ലല്ലോ, അപ്പോൾ അന്യപുരുഷനാണല്ലോ.
അപ്പോൾ അവൻ ആ വീട്ടിൽ വളർന്നുകൊണ്ട് തന്നെ അവൻ ഒരു പൊടിമീശക്കാരനൊക്കെ ആയി മാറിയപ്പോൾ അമ്മയുടെ അടുത്ത് വരുന്നത് അച്ഛൻ്റെ മുഖം ചുളിയുന്നതിന് കാരണമായി എന്ന്. അങ്ങനെ അമ്മ ഈ മുത്തിനെ തേടി വന്ന് ഇതിപ്പോൾ എന്താ ചെയ്യുക, എൻ്റെ ഭർത്താവിനാണെങ്കിൽ ഇഷ്ടമല്ല, പക്ഷേ എൻ്റെ കുട്ടി തന്നെയാണല്ലോ എങ്ങനെയൊക്കെ പറഞ്ഞാലും എന്ന് പറഞ്ഞ് വന്ന സമയത്ത് ഒരു ഐഡിയ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവൻ പറയാണ് നീ പോയി പാല് കൊടുക്ക് എന്ന് പറഞ്ഞു. ഇത്രയും വലിയ ചെക്കന് ഞാൻ പാല് കൊടുക്കുക എന്ന് ചോദിച്ചപ്പോൾ അതൊക്കെ കുഴപ്പമില്ല നീ കൊടുത്തോ എന്ന് പറഞ്ഞ ആളാണ് മുത്ത്. അങ്ങനെയാണ് ഇവിടെ ഈ ഒരു വിഷയം വരുന്നത്. എന്തുകൊണ്ട്? അങ്ങനെ പാല് കൊടുത്താൽ ആ കുട്ടി നീയുമായിട്ട് ഇങ്ങനെയുള്ള വിവാഹബന്ധമൊന്നും പിന്നെ പാടില്ല, എല്ലാം ഓക്കെ ആവുമെന്ന് പറഞ്ഞു. ഇതാണ് ഇതിൻ്റെ ആധാരം. പിന്നെ 5 തവണ കൊടുക്കുന്നതോ 10 തവണ കൊടുക്കുന്നതോ സംബന്ധിച്ചൊക്കെ എത്ര തവണ കൊടുക്കണം, വിശപ്പടക്കുന്നത് വരെ കൊടുക്കണോ, അത് പാല് തീരുന്നവരെ കൊടുക്കണോ, ഇത് സംബന്ധിച്ചൊക്കെ കുറേ കഥകളൊക്കെ ഉണ്ട്. അതൊക്കെ പോട്ടെ, അതൊക്കെ പിന്നെ അവരുടെ ആശയത്തിനെ സംബന്ധിച്ച് അവർ തന്നെ തീരുമാനിക്കട്ടെ. പക്ഷേ ഈ ഒരു കാര്യം ഇവിടെ വന്നതുകൊണ്ടാണ് ഈ ആളുകൾക്ക് ഇത്ര സംശയം. കാരണം എങ്ങാനും പാല് വായിലേക്ക് കയറി കഴിഞ്ഞാൽ കൊടിയുടെ ഇടയിൽ ഈ കൊടിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇതൊക്കെ ഒരു ചില ആളുകൾ ചെയ്യുന്ന കാര്യം കേട്ടോ. ഇതൊക്കെ ഇവിടെ പറയുന്നതിന് എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. എന്നാലും ഇങ്ങനെ കുടിച്ച് മതോന്മത്തനായി അദ്ദേഹം പിന്നീട് രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് ഇദ്ദേഹവും ഈ പെണ്ണും തമ്മിലുള്ള ബന്ധം അതൊരു ദമ്പതികളുടെ ബന്ധമായിരിക്കില്ല, അമ്മയും മോനുമായി മാറും എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ വിചാരണയുടെ സമയത്ത്, അതായത് പരലോകത്ത് ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഇദ്ദേഹത്തോട് ചോദിക്കും, നീ നിൻ്റെ മമ്മിയാണോടാ മോനെ കെട്ടിയത്? അതാണ് ആ പരലോകത്തെക്കുറിച്ചുള്ള റെഫറൻസ്. ആ സുഹൃത്ത് പരലോകം അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ, ഇതൊക്കെ ഭയങ്കര പ്രധാനപ്പെട്ട വിഷയമാണെന്ന് പറയാൻ കാരണം. അപ്പോൾ ഈ സംഗതികളുടെയൊക്കെ പുറകിൽ നമ്മുടെ മാനവിൽ മഹോന്നതൻ്റെ മരുമോളോടുള്ള ഒരു ഇതാണ്. അപ്പോൾ അതിൽ നിന്നാണ് ദത്ത് സംബന്ധിച്ച നിയമം മാറുന്നതും ഇതേപോലെ പാല് കുടിക്കണോ, പാല് കുടിച്ചാൽ മമ്മിയാകുമോ എന്ന കാര്യങ്ങളൊക്കെ വരുന്നത്. വിശ്വാസികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളിത് ചോദിച്ചതൊരു തെറ്റൊന്നുമല്ല, പക്ഷേ എന്തിനാ ചോദിക്കുന്നത് എന്നൊരു ചോദ്യമുണ്ട്. കാരണം ഇന്നസെൻ്റ് പറഞ്ഞ പോലെ എന്തിനാ പഠിക്കുന്നത്? നിങ്ങൾ ഈ പാല് കുടിച്ചു എന്ന് വിചാരിക്കാം, നിങ്ങളുടെ കഴുത്തിൽ നിന്ന് ആ വെള്ളം അല്ലെങ്കിൽ പാലിലെ അംശങ്ങളൊക്കെ താഴോട്ട് ഇറങ്ങി എന്ന് വിചാരിക്കാം. എന്നിട്ട് അത് നിങ്ങളുടെ വയറ്റിലെത്തി. ഈ പെണ്ണും നിങ്ങളും തമ്മിൽ DNA സംബന്ധമായ വല്ല ഘടനയും മാറുമോ? ഇല്ലല്ലോ. അങ്ങനെയാണല്ലോ ഈ മറ്റ് നിങ്ങളുടെ ബന്ധുക്കൾ തമ്മിലുള്ള ബന്ധമുള്ളത്. അവരുമായിട്ട് നിങ്ങൾ DNA പങ്കിടുന്നതിൽ കൂടുതലാണ് ഈ പെണ്ണിനെ അപേക്ഷിച്ച്. പിന്നെ ഒരു പോപ്പുലേഷൻ എടുത്തു കഴിഞ്ഞാൽ DNAയിലൊക്കെ സമാനതകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷേ രക്തബന്ധം ആവണമെങ്കിൽ നിങ്ങൾ ഉദ്ദേശിച്ച പാലുകൂടി ബന്ധം വരണമെങ്കിൽ അവിടെ ഘടന മാറുന്നില്ലല്ലോ. അങ്ങനെയെങ്കിലും ചിന്തിച്ച് നിങ്ങളുടെ വിദ്യാഭ്യാസത്തോടൊരു മര്യാദ, ലേശം നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ അപമാനിക്കാതിരിക്കാനുള്ള ശ്രമം നടത്തുക. നിങ്ങൾ ഈ 8ാം ക്ലാസ് വരെ ബയോളജിയെങ്കിലും പഠിച്ചു കാണില്ലേ, അതിനുള്ള ഒരു മാന്യതയെങ്കിലും നിങ്ങൾ കാണിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഇതൊക്കെ പറഞ്ഞ് പൊതുവിടത്തിൽ നിങ്ങൾ സ്വയം നാറാതിരിക്കണം എന്നുകൂടി ഞാൻ വീണ്ടും അപേക്ഷിക്കുകയാണ്. ഇതോടൊപ്പം തന്നെ എനിക്ക് ആകെ ഒരു എതിർപ്പുള്ളതായിട്ട്, ഇപ്പോൾ ഇവർ ഈ ചോദ്യം ചോദിച്ചതോ ഇവരിങ്ങനെയൊക്കെ പറഞ്ഞൊന്നും ഞാൻ വലിയ സീനായിട്ട് എടുക്കുന്നില്ല. പക്ഷെ മൂന്നാമത്തെ ആൾ അത് കൺഫ്യൂഷനായി വന്നത് ഭയങ്കര രസമായിരുന്നു. എന്നാലും എനിക്ക് ആകെ എതിർക്കാനുള്ളൊരു കാര്യം, ഈ രണ്ടാമത് ചോദ്യം ചോദിച്ച വ്യക്തി പറഞ്ഞു കുട്ടി പാല് കുടിക്കുന്ന സമയത്ത് കുടിക്കാമോ എന്ന്. എടോ, ഈ പാല് കുട്ടിക്ക് കൊടുക്കുന്നത് തന്നെ അത്ര സുഖകരമായ ഒരു അവസ്ഥ ആയിരിക്കില്ല പൊതുവിൽ. അതിൻ്റെ ഇടയിൽ കൂടി പോയിട്ട് ഇയാളും കൂടി കുടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ അല്ലേ? ഇവരുടെ ഒക്കെ വീട്ടിലെ പെണ്ണുങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പോട്ടെ, ഇനി ഈ പാലെങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഈ പോഷകങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ആ സ്ത്രീ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അപ്പോൾ കൂടുതൽ സാധനം മേടിച്ച് കൂടുതൽ കഴിക്കേണ്ടി വരും, ഒരുപാട് ബുദ്ധിമുട്ടല്ലേ? പിന്നെ ആ പ്രായത്തിലുള്ള കുട്ടികൾക്ക് പാല് അമ്മ കൊടുക്കുന്നതാണ് നല്ലത്. ആ പാല് ഇയാളെന്തിനാ പോയിട്ട് മോന്തുന്നത്? എനിക്ക് മനസ്സിലാവില്ല. ഇവിടെ നാട്ടിൽ വേറെ പശുക്കളില്ല എന്നിട്ടാ? ഇവിടെ എത്രത്തോളം ബ്രാൻഡുകളുണ്ട് ഇപ്പോൾ പാലിന്. ആ സമയത്താണ് ഈ കുട്ടിക്ക് പാല് കൊടുക്കുമ്പോൾ തന്നെ പോയിട്ട് ഇത് ചെയ്യണം എന്നൊരാഗ്രഹം. ഇതിൻ്റെ സംബന്ധിച്ച് മറ്റൊരു കഥ ഞാൻ മുമ്പ് ഇവിടെ വായിച്ചിട്ടുണ്ട്. അത് ഈ മുലയൂട്ടുന്ന സമയത്ത് ഭാര്യയുമായിട്ട് എന്തൊക്കെ ചെയ്യാം എന്നുള്ളതാണ്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അപ്പോൾ ഈ സംഭാഷണങ്ങൾ മൊത്തം വിശ്വാസികൾ തമ്മിലുള്ളതാണ്.
നമ്മൾ പിന്നെ നമ്മുടെ അഭിപ്രായങ്ങൾ ചിലത് പറയുന്നു എന്നുള്ളൂ. ബാക്കിയുള്ളതൊക്കെ അവർ അവരുടെ പണ്ഡിതന്മാരോട് ചോദിക്കുകയും അവർക്ക് കിട്ടിയ ഉത്തരവും അതിൽ നിന്നുള്ള ആശയക്കുഴപ്പങ്ങളൊക്കെയാണ്. നമ്മളായിട്ട് പ്രത്യേകിച്ചൊന്നും ഇതിനകത്ത് ചേർത്തിട്ടില്ല. പിന്നെ നമുക്ക് പറയാനുള്ളത് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. എന്തായാലും ഇതിൻ്റെ റെഫറൻസും കാര്യങ്ങളൊക്കെ വേണ്ടവർക്ക് എന്നെ നേരിട്ട് ബന്ധപ്പെടാം വാട്സപ്പിൽ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ലിങ്കും കാര്യങ്ങളൊക്കെ അയച്ചുതരാം. വീണ്ടും പറയുന്നു, ഇതൊന്നും ഞാൻ ഉണ്ടാക്കിയതേ അല്ല, എൻ്റെ നെഞ്ചത്തോട്ട് കയറിയിട്ട് കാര്യമില്ല. ഇതുവരെ എന്നെ കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.